കണ്ണൂരിൽ തമ്മിലടിച്ച് കെ.എസ്.യുവും എം.എസ്.എഫും കെ.എസ്.യു പ്രവർത്തകനെ എം.എസ്.എഫ് യൂത്ത് ലീഗ് പ്രവർത്തകർ മർദ്ദിച്ചു. തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ നൽകിയതിനെ തുടർന്നായിരുന്നു മർദ്ദനം. കണ്ണൂർ കാൾടെക്സിൽ വെച്ച് ഇന്നലെ രാത്രിയായിരുന്നു മർദ്ദനം. സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, കെ.എസ്.യു പ്രവർത്തകനെ എം.എസ്.എഫുകാർ മർദ്ദിച്ചിരിക്കുന്നു. എന്താണ് കാരണം? വിവരങ്ങൾ. ഷമ്മി, എം.എസ്.എഫിന് സ്വാധീനമുള്ള കോളേജുകളിൽ കണ്ണൂർ ജില്ലയിലെ തന്നെ സർ സെയ്ദ് കോളേജ്, അതോടൊപ്പം തന്നെ മറ്റ് കോളേജുകളിലുമെല്ലാം ഉള്ള ഒരു സമാനമായ കാര്യമാണിത്. അതായത് അവിടെ കെ.എസ്.യുവിന് പ്രവർത്തന സ്വാതന്ത്ര്യമില്ല. തിരഞ്ഞെടുപ്പിൽ കെ.എസ്.യു നോമിനേഷൻ നൽകിയാൽ അത് തടയാനും അവരെ മർദ്ദിക്കുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായാണ് ഇന്നലെ രാത്രി തളിപ്പറമ്പ് സർ സെയ്ദ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ തിരഞ്ഞെടുപ്പിൽ നോമിനേഷൻ നൽകിയതിന്റെ പേരിൽ കെ.എസ്.യു പ്രവർത്തകനായ അജ്മൽ റോഷനെ എം.എസ്.എഫ് യൂത്ത് ലീഗ് സംഘം ക്രൂരമായി ആക്രമിച്ചത്. ഇന്നലെ കോളേജ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴി കണ്ണൂർ കാൾടെക്സ് ജംഗ്ഷനിൽ വെച്ചായിരുന്നു ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിൽ ഈ കെ.എസ്.യു പ്രവർത്തകനായ അജ്മൽ റോഷന് പരിക്കേറ്റതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. നെഞ്ചിനും കൈക്കുമെല്ലാം തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഈ നിരവധി, അതായത് ഈ എം.എസ്.എഫിന്റെ സംഘത്തിൽ യൂത്ത് ലീഗ് പ്രവർത്തകരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇന്നലെയായിരുന്നു കണ്ണൂർ സർവകലാശാല കോളേജ് യൂണിയനിൽ നോമിനേഷൻ സമർപ്പിക്കുന്നതിനുള്ള അവസാന ദിവസം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ തളിപ്പറമ്പ് സർ സെയ്ദ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് അവിടെ എം.എസ്.എഫിന്റെ ശക്തി കേന്ദ്രമാണ്. മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം പോലും അനുവദിക്കാത്ത സ്ഥലമാണ്. അവിടെ കെ.എസ്.യു നോമിനേഷൻ സമർപ്പിച്ചതാണ് എം.എസ്.എഫിനെ പ്രകോപിപ്പിച്ചത്. നോമിനേഷൻ സമർപ്പിക്കരുത് എന്ന് നേരത്തെ അവർ താക്കീത് ചെയ്യുകയും നോമിനേഷൻ തന്നെ സമർപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ കെ.എസ്.യു പ്രവർത്തകരുടെ കയ്യിൽ നിന്നും വലിച്ച് പിടിച്ചു വാങ്ങി കീറിക്കളയുകയും നശിപ്പിക്കുകയും ചെയ്തു. പിന്നീട് മറ്റൊരു സെറ്റ് നോമിനേഷൻ ഉണ്ടാക്കി ഇവർ സമർപ്പിക്കുകയായിരുന്നു. നോമിനേഷൻ പിൻവലിക്കണം എന്നുള്ള സമ്മർദ്ദവും ഈ കെ.എസ്.യുവിന്റെ അവിടെയുള്ള പ്രവർത്തകനായ അജ്മൽ റോഷൻ ചെവിക്കൊണ്ടില്ല. ഇതിനെ തുടർന്നാണ് വീട്ടിലേക്ക് പോകുന്ന വഴി പിന്തുടർന്നെത്തിയ ഈ എം.എസ്.എഫ് യൂത്ത് ലീഗ് സംഘം അതിക്രൂരമായി കെ.എസ്.യു പ്രവർത്തകനെ ആക്രമിച്ചത്. ഷമി, കണ്ണൂരിൽ കെ.എസ്.യു പ്രവർത്തകന് ലീഗ് എം.എസ്.എഫ് യൂത്ത് ലീഗ് പ്രവർത്തകരുടെ ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നു. കാൾടെക്സിൽ വെച്ചായിരുന്നു ഇന്നലെ കെ.എസ്.യുവിൻ്റെ പ്രവർത്തകനെ എം.എസ്.എഫുകാർ മർദ്ദിച്ചത്. സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.